Hi, good morning. Welcome to my channel. Let's Rock Diaries. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോയാണ്. മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാലോ, ആകപ്പാടെ മനസ്സൊരു അസ്വസ്ഥമായ അവസ്ഥയിലായിരുന്നു. തമ്പനയിലുള്ള പിക്ചർ പോലെ എല്ലാം വേടൻ, പിന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ നമുക്കൊരു അവിയൽ പോലെ ഒരു കുഴഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എടുത്ത വീഡിയോ ആണ്. കുറച്ച് ദിവസമായിട്ട് ആകപ്പാട് ഓരോ കാര്യങ്ങൾ അറിയാലോ. എനിക്ക് ബേസിക്കലി വേടൻ എന്ന വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ, അദ്ദേഹം പങ്കുവെക്കുന്ന ആശയങ്ങൾ, അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം എപ്പോഴും പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരാൾക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത വിഷമം തോന്നി. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത്. ഞാൻ ഇതേവരെ എൻ്റെ വീഡിയോകളിലൊന്നും ആ വീഡിയോ പറഞ്ഞുള്ളതുപോലെ ഞാൻ എൻ്റെ ഫേസൊന്നും കാണിച്ച് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അത്രത്തോളം എൻ്റെ മനസ്സിനത് തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിൽ പ്രതികരിച്ച് ഒരു വീഡിയോ ഒക്കെ അതിന് ഞാൻ ചെയ്തത്. ഞാൻ ഇന്നും ആ വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെ ആ വീഡിയോ വേടൻ കാണണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമായിരുന്നല്ലോ കുറേ ദിവസങ്ങളായിട്ട്. അങ്ങനെ ഒരു 2 ആഴ്ചയോളം ഏകദേശം മൊത്തത്തിലൊരു മനസ്സൊരു വല്ലാത്തൊരു ഹാപ്പിയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു വല്ലാത്തൊരു മൂടിക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ് ഇത്. ഒന്നാമതെ ഇപ്പോഴാണ് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് റെഡിയായി, അത്യാവശ്യം ചൂടും തണുപ്പൊക്കെ മാറി നല്ല സ്പ്രിങ് ഒക്കെ ആയപ്പോൾ തന്നെ നല്ല വെട്ടവും, അതുപോലെ എല്ലാം ചെടികളും പൂക്കളും ഒക്കെ ആയിട്ടൊന്ന് മൊത്തത്തിലൊന്ന് അതും ഒന്ന് കറക്റ്റായപ്പോൾ, കാലാവസ്ഥയൊന്ന് മാറിയപ്പോൾ അത്രത്തോളം ഒരു ഹാപ്പിയായി. എനിക്കിഷ്ടമായി ഇങ്ങനെയൊക്കെ കുറച്ച് ഗാർഡനിങ്ങും ഒക്കെ. അപ്പം ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടിരുന്നു. നേരത്തെ 1-2 വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് പാകിയിട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച് മൊത്തത്തിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആയത്. അതിന്നപ്പോൾ നിങ്ങളോട് കൂടി ഒന്ന് പങ്ക് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ പറഞ്ഞ പോലെ ഈ ചെടിയും പൂക്കളും കായ്കളും ഒക്കെ ഒന്ന് നട്ടതിനിപ്പോൾ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു കുളിർമ തോന്നിയ, വല്ലാത്തൊരു സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് എനിക്കൊന്നും ചെയ്യാനോ ഉള്ള ഒരു ഹാപ്പി മൂഡിലേക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. സത്യത്തിൽ വേടൻ്റെ വിഷയത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയായിരുന്നു. ഒരു ആരാധനയൊന്നുമല്ല, ഒരു അനിയനോട്, ഒരു കൂടപ്പിറപ്പിനോട് തോന്നുന്ന ഒരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കുന്നതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുമോ, അതൊന്നുമല്ല. പക്ഷേ അത്തരത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇനിയും സംസാരിക്കണം. അതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ മാത്രമേ പല ആളുകൾക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെപ്പോലെ അദ്ദേഹം പറയുന്ന പോലെ ഒരുപാട് വോയിസ് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള വോയിസാണല്ലോ അദ്ദേഹത്തിൻ്റെ. അത് ഇനിയും ഉറച്ചു വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരുപാട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ ഒരു അഭിപ്രായം കൂടാണ് ഞാനും അതിൻ്റെ കൂടെ പങ്കുചേർന്നാണ് ആ ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്.
ഞാനിപ്പോഴും അദ്ദേഹം ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൊരു വല്ലാത്ത മൂഡൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ എനിക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം കൂടുതലൊരു വിൻറ്റേജ് ലുക്ക് കിട്ടുന്ന അത്തരത്തിലുള്ള ഗാർഡനും ഡിസൈനും ഒക്കെ എനിക്കിഷ്ടം. അപ്പം കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ലോ കോസ്റ്റായിട്ടുള്ള മെറ്റീരിയൽസും റീസൈക്കിൾ ചെയ്യാനുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ചെറിയ ഐഡിയാസൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഗാർഡൻ അറ്റ്മോസ്ഫിയർ ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു ഗാർലിക് നട്ടത് അത്യാവശ്യമൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ വെളുത്തുള്ളി, പിന്നെ അതേപോലെ ചെറിയ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതലും വിത്ത് ഞാൻ ഇട്ടേക്ക് ഒന്നും ആയിട്ടില്ല. ഇത് സ്പ്രിംഗ് ഒനിയൻ നട്ടതാണ്. നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയൊരു വേരോടുകൂടി കിട്ടിയത് ഞാൻ നട്ടത്. അത്യാവശ്യം അത് വലിയതായി അത് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെയൊക്കെ സീഡുകളൊക്കെ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കിളിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടി. അപ്പോൾ ഞാൻ ഇത്തവണയും അത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നേരത്തെ ഉള്ളതിൻ്റെ കുറച്ച് മൂഡ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ടിൽ നിന്ന് വീണ്ടും അത് കിളിച്ച് വരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ കുറച്ച് അരിയൊക്കെ പാകിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇതിവിടെ ഇങ്ങനെ ഒരു പഴയ കസേര ഉണ്ടായിരുന്നു. ഞാനതിനെ ഇങ്ങനെ ഒരു ബേർഡ് ഫീഡറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്പോട്ടാണ് എൻ്റെ ഈ ഗാർഡനിലേത്. എന്നുവെച്ചാൽ ഇഷ്ടംപോലെ കിളികൾ വരും. അവർ കുറേ നേരം അവിടെ വന്നിരിക്കും. അതിനകത്തിട്ട് കൊടുക്കുന്ന ഫുഡൊക്കെ അത് കഴിക്കും. അങ്ങനെ കുറേ നല്ല എപ്പോഴും അതിൻ്റെ ഒരു സൗണ്ടായിരിക്കും. നമ്മൾ റിലാക്സിങ് മ്യൂസിക്കിൻ്റെ ഒക്കെ ഇടുമ്പോൾ ഉള്ളൊരു കിളികളുടെയും ഒക്കെ പിന്നെ ഈ കാറ്റും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, ആ ഒരു സ്പോട്ട് അവിടെ. കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ടിരുന്നു, അത് കിളിച്ച് വന്നതാണ്. പിന്നെ കുറച്ച് ചെറിയ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട്, കിളിച്ച് വരുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ട എൻ്റെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും തൈകളാണ്. എനിക്ക് അത്യാവശ്യം ക്യാരറ്റൊക്കെ കിട്ടിയിരുന്നു. അതിൻ്റെ റൂട്ട് അവിടെ ഉള്ളതുകൊണ്ട് വീണ്ടും കുറച്ച് കിളിച്ച് വരുന്നുണ്ട്. അതും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കുറേ വിത്തുകൾ പാകിയിട്ടുണ്ട്, ഒന്നും കിളിച്ച് വന്നിട്ടില്ല. ഇങ്ങനെ കിളിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. മത്തനും മുളക് അങ്ങനെ എന്തൊക്കെയോ കുറേ വിത്തുകൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് എന്തൊക്കെയോ കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് തക്കാളിയുടെയൊക്കെ അരിയിട്ടിട്ടുണ്ട്. എല്ലാം കിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നല്ല വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെടികൾക്കൊക്കെ പൂക്കളൊക്കെ നിറയെ നിൽക്കുന്നത്. ഇത് കിച്ചണിൽ നിന്നുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചണിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു വ്യൂ കാണാൻ. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് ഒന്ന് കുഴമ്പ് പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്തതാണ്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല അത്യാവശ്യം ടേസ്റ്റോട് കൂടി കിട്ടി. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നല്ല കാലാവസ്ഥയായതുകൊണ്ട് ചെറിയ ചൂടും പിന്നെ മൊത്തം പ്രകൃതി നല്ല ഭംഗിയാണ്. ഇപ്പം നിറയെ പച്ചപ്പും നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് ചെറിയ റോഡ് സൈഡിലുള്ള ചെറിയ ചെടികളിൽ പോലും നല്ല ഭംഗിയുള്ള പല കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം തോന്നും. ചെടികളും ചെറിയ മരങ്ങളും ഒക്കെ പൂത്ത് എല്ലാത്തിലും ഇനിയിപ്പോൾ കാകൾ ആകാനുള്ള സമയമാണ്. ഇനി ഇതിൽ ആപ്പിളുമൊക്കെ ഇങ്ങനെ കായ് വരാനൊക്കെ ഉള്ള സമയം. അപ്പോൾ അതിനു മുമ്പായിട്ടെല്ലാം പൂത്ത് നിൽക്കുകയാണ്. എല്ലാ ടൈപ്പിലും സ്പ്രിങ് സീസണിലെ എല്ലാ ചെറിയ ചെടികളും മരങ്ങളും എല്ലാം പൂത്ത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ലൊരു മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. ആകപ്പാടുള്ള ആ ഒരു
എന്താ പറഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു മൂടിക്കെട്ടിയ ഭയങ്കര ഒരു വല്ലാത്തൊരു ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി. എല്ലാം ഒന്ന് മാറി ഒരു പ്രത്യേക ഒരു ഉന്മേഷം തോന്നി ഇതൊക്കെ ഒന്ന് പോയി കണ്ടപ്പം. അങ്ങനെ മൊത്തം ശരിക്കും ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും കുറച്ച് നേരം ഗാർഡനിങ്ങും അതും ഇതൊക്കെ ചെയ്തപ്പം ശരിക്കും ഞാനൊന്ന് റീഫ്രഷായി. എനിക്ക് എൻ്റെ ആ മൂടിക്കെട്ടിയ അവസ്ഥ ശരിക്കും നല്ല വ്യത്യാസം തോന്നി. ഞാൻ ഓർക്കുമായിരുന്നേ, നേരത്തെ ഇതുപോലെ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ വീക്കെൻഡ് വീട്ടിൽ വരുമ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ചെടിയുടെ ഇടയിലൂടെയൊക്കെ ഞാനൊന്ന് നടക്കും. കുറച്ച് നേരം എന്തോ എനിക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. നന്നായിട്ടൊന്ന് റീഫ്രഷ് ചെയ്തു. മനസ്സിനും നല്ല സന്തോഷവും കുളിർമയും ഈ പച്ചപ്പും പൂക്കളും ഒക്കെ കണ്ടപ്പോഴും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളും ഓക്കെ ആയിരുന്നു? എനിക്ക് ഒരു വല്ലാത്ത മൂഡായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. എനിവേ, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ കമൻസുകൾ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.